ആണ്. പീരീഡ്സ് ഡേ 2 എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല എന്നല്ല, കിടന്ന് ഉറങ്ങണ വരെ വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. എനിക്ക് ബാത്റൂം പോകാൻ വരിക ഛർദ്ദിച്ചു. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഉറങ്ങി വയ്യായിരുന്നു. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ നന്നായിരുന്നു, വലിയ കുഴപ്പമില്ല. ഇപ്പം ഇന്ന് ഫുള്ള് ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ വെറുതെ ഇരിക്കുന്നു, ഇത്ര നേരം ഫോൺ കളിക്കുക, അവിടെ എടുക്കുക. ഫുഡ് കഴിച്ചിട്ടുണ്ട് രാവിലെ, എന്നിട്ടാണ് അവിടെ വെറുതെ ഇരുന്നു. ഇപ്പോഴും ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരമായില്ലേ, അമ്മ വരാനായി ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട്. അടിച്ചു വരണം, തുടയ്ക്കണം. ഇന്നലെ ഈ വയ്യാത്തോണ്ട് ഞാൻ തുടച്ചില്ല, ഇന്ന് തുടയ്ക്കണം. പിന്നെ കുറച്ച് പാത്രമുണ്ട്, ഫുഡ് കഴിച്ചത് കഴുകാൻ വയ്യായിരുന്നു. അപ്പം അത് ചെയ്യണം. എന്നിട്ട് പിന്നെ കുളിക്കണം. ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കും. ഒരു അട ഉണ്ടാക്കി വേണ്ട, ചായക്ക് ഉണ്ടാക്കണം. അങ്ങനെ അപ്പം നമുക്ക് പണിയോട്ട് പോയിട്ട് വരാം.
ഉണ്ടല്ലേ പച്ചക്കറി കൊടുക്കാം പഞ്ചസാര നാളെ ശർക്കര മതി ശർക്കര മതിയാ ശർക്കര ഉണ്ടോ ഇവിടെ ഉണ്ട് ശർക്കര ഇട്ടുണ്ടാക്കാം അത് ഉരുക്കണ്ട ഉരുക്കണ്ട അരിയുണ്ട് ശർക്കര ഉരുകിയില്ലോ വേണ്ട ഉരുകി എന്താ പുറത്ത് വെച്ചിട്ടാ ആ അതെ അതിങ്ങനെ വാട്ടണം അതെ ശർക്കര നീര് വെച്ചിട്ടേ ഉണ്ടാക്കുമ്പോൾ ഇല അവിടെ പൊട്ടിയാ പോകും ശർക്കര ഉരുക്കി ഇത് പെട്ടെന്ന് ആയിക്കില്ലെങ്കിൽ ഇപ്പൊ ഇതാവൂലേ അത് ശർക്കര ഇതിലൊഴിക്കണം വേഗല്ലത്തേക്ക് ഇപ്പൊ കട്ടാവൂലേ ഇത് ഏതിലേക്ക് ആ പ്ലേറ്റിക്ക് ഒഴിക്കാൻ പറ്റുമോ കട്ടാവുന്നുണ്ട് അടിയില് അതാ തകർത്താം ഒടുവിലേക്ക് ഇടാം കഴിഞ്ഞ കഴിഞ്ഞു അതാ ഓണക്കാരി ഇടുന്നേ ഓരോ കട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഒക്കെ ഇടാൻ പറഞ്ഞില്ല കരിങ്ങനാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കരിയില്ലല്ലോ കരിഞ്ഞിട്ടില്ലല്ലോ കട്ടല്ലേ അരിയാത്ത ആണ് അതിനുള്ളിൽ കിട്ടാൻ മതിയാണല്ലോ ഈ കിണ്ണതിക്ക് നേരം അച്ചമ്മടെ അരി കൊണ്ടുവരാം ഞാൻ പറഞ്ഞു കോഴിനെ മടക്കും അമ്പടേ വന്നതായിട്ട് അമർത്താം വേണ്ട ഞാൻ ചെയ്തോളാം നീ വെള്ളം കുഴപ്പത്തോ ഇത് പറ്റി എടുക്കാം എത്ര പറ്റി പറ്റുമോ ഞാൻ ഇത് വഴി ഒന്ന് പാസ് ചെയ്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വഴി ഒന്ന് പാസ് ചെയ്തത് അത് നല്ല വേഗം അതെ അപ്പൊ അത് അങ്ങനെ ശരിയാക്കണമെങ്കിൽ എനിക്കത് കട്ടയാവില്ലേ അപ്പൊ അച്ഛനല്ലേ ചെയ്യുന്നുണ്ടായിരുന്നേ ആ അപ്പൊ ഞാൻ അതൊന്നും ചെയ്യല്ലേ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി തരണ്ടേ ഞാൻ കുളിച്ചോർക്ക് ആയാലും മതി എനിക്ക് പ്രശ്നമില്ല കുളിച്ചിട്ട് കഴിക്കണേ അല്ല ഇത് അതിന് വേവിക്കണ്ടേ കൊച്ചു കൊച്ചു പോയി വേവിക്കണല്ലോ ആ യെസ് അപ്പൊ നീ വേണം അപ്പൊ അത് വേവിക്കാൻ വെച്ചിട്ട് കൂടെ തുറക്കണ്ടേ ആ എന്നിട്ട് ചൂടാകുമ്പോൾ കുച്ചാൽ എന്തോ പറയാൻ പറ്റില്ല ചൂടാകുന്നു എനിക്കില്ല കുറച്ച് അധികം ടച്ച് നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ ഇടാം നല്ല രസം ഉണ്ടാവും പൊടിയാണ് വെന്തു കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ നല്ല മണം ഇതിനൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്താൽ ഞാൻ കൈയൊന്നും മാറ്റിയിട്ടില്ല എത്ര വെക്കണം ഒരെണ്ണത്തില് എത്ര വെക്കണം ഒരെണ്ണത്തില് ആ എന്തരാണ് പരിപാടി അച്ചാർ എന്തച്ചാർ ഇരുമ്പുള്ളി അച്ചാർ ഇരുമ്പുളി തന്നയക്കാനൊക്കെ ഉണ്ടാവോ അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ല ഓക്കെ ഇരുമ്പുള്ളി ഉണ്ടല്ലോ അതിന് അപ്പനെ പോണില്ലല്ലോ വേണ്ട പോകാൻ വരെ കൂട്ടിക്കോ പിന്നെ പോകാനാന്ന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്
നമ്മുടെ അവിടെ ഇവിടെ ആയിട്ടുണ്ടെന്നാണ് പറയണം. നോക്കി നോക്കാം, തീയൊന്ന് കുറച്ച് വയ്ക്കാം, തുറന്നു നോക്കാം. ചൂടാട്ട ഗൈസ്. അച്ചമ്മ ചൂടാണ്. അച്ചമ്മനെ വിളിക്കാം നമുക്ക്. ചൂടാ. നമ്മുടെ അവിടെ എടുക്കാനാണല്ലോ പാട് എൻ്റെ പൊന്നു. എങ്ങനെ ഇപ്പൊ കിട്ടുമല്ലോ? കയ്യിലോണ്ട് എടുത്താലോ? കയ്യിലോട്ട് എടുക്കാൻ പറ്റുമോ? അല്ല വന്നു നമ്മുടെ മാതാജി വന്നു. ഓയ് വന്നപ്പം തന്നെ എന്തോ പറയാൻ നിൽക്കുക എന്നെ ചീത്ത. പാൻറ്റ് എന്തിനും എൻ്റെ അടുത്തിട്ട് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താ ചെയ്യുക, ഉണ്ടാക്കി സ്നേഹത്തിൽ വരുമ്പോൾ ഓരോന്ന് പറയാൻ നിൽക്കുക. അങ്ങനെ അവനെ കുളിച്ചിട്ടുണ്ടാവില്ലേ ഗൈസ്. പിയെ കുളിക്കാതെ വിചാരിച്ച്. അയ്യോ മുടി കണ്ടില്ലേ എന്തൊരു ചെടയാ. ചെട എന്തിരൊക്കെ എനിക്ക് ഒരു മൂടില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചാണ്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ഈ തലവേദന വരും. പട്ടി ഓ ആ ഞാൻ എന്നും തന്നെ കെട്ട് കുളിച്ചിട്ട് നമ്മളെന്തിന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് മമ്മി. വെള്ളമല്ലടാ പാല്. അതിട്ടില്ലല്ലോ. ഏതാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. കുറച്ച് പോയില്ലേ? അമ്മയ്ക്ക് അച്ഛൻ വേണ്ട അത്ര ചുമക്കില്ലേ? വേണ്ടാമോ അവിടെ വേണ്ട. വെച്ചിട്ടാത്ര നാശമില്ലാതെ അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ടോ? അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ടോ? ശർക്കരയുടെ ശരീരത്തിലുള്ള ടേസ്റ്റില്ല. ആൾക്കാരെ പറയുന്നതല്ല എനിക്ക് ഇഷ്ടം. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു തരുമോ? അച്ഛമ്മ വെയിറ്റഡ് കൊണ്ട് നൽകാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കണമെന്നറിയില്ല. മറ്റേ അമ്പലത്തിലെ മറ്റേ പാട്ടൊക്കെ ഇല്ലേ, അത് വെച്ചത് കേൾക്കാണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഫ്രണ്ട് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ കുളി കഴിഞ്ഞിട്ട് ഇരിക്കാൻ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ഇങ്ങനെ
പിന്നെ ഞാൻ മോളിക്കൊന്നും കുറച്ച് തുണിയൊക്കെ എടുക്കാണ്ടായിരുന്നു, തോരയിടാനുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് മടക്കണ്ടായിരുന്നു. പക്ഷേ മടക്കിയില്ല. പിന്നെ ഉണ്ണി വന്നിട്ട് മടക്കാൻ വിചാരിച്ചു. എനിക്കെന്തെങ്കിലും ചുമ്മാ ഇരുന്നപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാൻ ഞങ്ങൾ കുറേ നാളായില്ല ഇപ്പോൾ എടുത്തിട്ട് വെറുതെ തുടങ്ങി വെച്ചിട്ട് പിന്നെ ഒന്നും ഇടുന്നില്ല. പക്ഷെ വെറുതെ എടുക്കാം. പക്ഷെ എൻ്റെ ഫോണിലത് ക്ലാരിറ്റി ഇല്ല, അതാണ് ഞാൻ എടുക്കാത്തത്. എന്നാലും ഞാൻ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ തുണി ഞാൻ അലക്കാട്ടു. അത് കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, എൻ്റെ കഴിഞ്ഞല്ല പണി. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എടുക്കുകയാണെങ്കിൽ ബൈ.